ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ഒരു സ്പെഷ്യൽ അലങ്കാരം തന്നെ ആയിരുന്നു കേട്ടോ. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ വരിക. ഭഗവാൻ നല്ല മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ ചാർത്തിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ശിവലിംഗം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു തൃശൂലവും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന ഭാവത്തിലായിരുന്നു ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഭഗവാൻ പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? മഹാദേവനെയാണ്. മമ്മിയൂരപ്പനെയാണ് തൊഴുതു വണങ്ങിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷം തോന്നിയ ഒരു അലങ്കാരം തന്നെയായിരുന്നു. കാരണം ഭഗവാന് എത്രത്തോളം മഹാദേവൻ പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു അലങ്കാരമായിരുന്നു. ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മഹാദേവൻ ഇവിടുന്ന് നീങ്ങിപ്പോയത്. അപ്പൊ എന്തുമാത്രം ഇഷ്ടമുണ്ടായിരിക്കും തനിക്ക് സ്ഥലം തന്നിട്ടുള്ള ആ ഭഗവാനെ അല്ലെ മഹാദേവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവരും മമ്മിയൂരപ്പനെയും കൂടെ കണ്ടിട്ടാണ് പോകേണ്ടത് എന്നും കൂടെ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ധ്യാനിക്കാനായിട്ട് വന്നിട്ടുള്ള സനകാദികൾക്ക് മഹാദേവൻ സ്വയം സ്തുതിക്കുന്ന സ്തുതികളൊക്കെ പറഞ്ഞു കൊടുത്തു. രുദ്രഗീതം, ഇനി ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചോളൂ. അപ്പൊ എത്രത്തോളം മഹാദേവനും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. രണ്ടുപേരും പരസ്പരം വളരെ ഇഷ്ടമുള്ളവരാണ്. ആ രണ്ട് ഇഷ്ടമുള്ളവരുടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മിയൂരപ്പനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന ഗുരുവായൂരപ്പനായിട്ട്. അപ്പോൾ അലങ്കാരത്തിലെ രണ്ട് തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം ചുവപ്പും വെള്ളയും കൂടിയിട്ടാണ്, നന്ദ്യാർവട്ടും തെച്ചിയും കൂടിയിട്ടുള്ള ഒരു തിരുമുടിയായിരുന്നു. പിന്നെ ഒരെണ്ണത്തിൽ 3 നിറങ്ങളുണ്ടായിരുന്നു. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടും ഉണ്ട്. 2 ഉണ്ടമാലകളുണ്ട് കേട്ടോ. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് അതിൽ കൂടുതലും വെളുത്ത നിറങ്ങളാണ്. അതായത് നന്ദ്യാർവട്ടാണ്. താഴേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് തുളസി കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ടമാല തെച്ചി നന്ദ്യാർവട്ടും. അതിങ്ങനെ തെച്ചി നന്ദ്യാർവട്ടം അങ്ങനെ മാറി മാറി കൊടുത്തിരിക്കുക. ഇതിന്റെ നടുക്കാണ് ഭഗവാൻ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ. കൈ കൂപ്പിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്. വലിയ കാതുപൂക്കൾ, ഇതൊക്കെ നല്ല തിളക്കത്തിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. കഴുത്തിൽ 3 മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. കൈയൊക്കെ ഇങ്ങനെ കുറച്ച് നീളത്തിലുള്ള കൈകളാണ്. കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകണ്ടേ. തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ശ്രീലകത്തിന് അകത്ത് നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായാൽ പോരല്ലോ. ഭഗവാനെ എത്ര ദൂരെ നിന്ന് കാണുമ്പോഴും ആ കാണുന്നവർക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ വേണം അലങ്കാരം ചാർത്താനായിട്ട്. അപ്പോൾ കുറച്ച് കൈയൊക്കെ വിസ്തരിച്ചിട്ട് നമുക്കൊക്കെ നന്നായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെയായിരുന്നു 2 കൈകളും നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുപ്പിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ആരെ നോക്കിയിട്ടാ? മഹാദേവനെ നോക്കിയിട്ട്. ഇടതുഭാഗത്തായിട്ട് ഒരു ശിവലിംഗം ചാർത്തിയിട്ടുണ്ട്. തൊട്ടടുത്തായി തന്നെ ഒരു തൃശൂലവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് മഹാദേവനാണെന്നുള്ളത്. അപ്പോൾ മഹാദേവനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പട്ടുകൊണ്ട് ഒരു പട്ട് കോണകായിരുന്നില്ല കേട്ടോ. ഒരു പട്ടാണ് അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വീതിയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കാലില് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല മനോഹരമായിട്ട് ഭഗവാനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ.